Hi all. So new question നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് പാലിൻഡ്രോം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന മിക്കുള്ള ആൾക്കാർക്കും കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാലിൻഡ്രോം, ഫിബനോക്കി സീരീസ്, ആംസ്ട്രോങ് ആൻഡ് ഓൾ. സോ ബട്ട് ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിന് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. Question എന്ന് പറയുന്നത് a palindrome is a word that reads the same backward as forward. Example, madam. Okay, if you start comparing these letters from beginning with corresponding letters from the end, they would be the same. Okay, input format എന്ന് പറയുന്നത് integer t denoting the number of words to check. T line contain each special character denoting corresponding. If true, the word is palindrome. False. Okay, നമുക്കപ്പം ആദ്യം ഫോർ എക്സാമ്പിൾ മാഡം എന്ന് പറയുന്നത് നമ്മുടെ വേർഡാണ്. അതായത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മാഡത്തിന്റെ സ്പെല്ലിംഗ് എന്താ? MADAM. ഇങ്ങനെ മാഡം എഴുതുന്നത്. നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴും മാഡം എന്നാണ്, MADAM. ഇങ്ങനെ വായിക്കുമ്പോഴും MADAM മാഡം. സോ ലെഫ്റ്റ് ടു റൈറ്റ് വായിച്ചാലും റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ മലയാളം എടുക്കുകയാണെങ്കിലും ഐ ഗസ് മലയാളം ഒരു പാലിൻഡ്രോം നമ്പറാണ്. മലയാളം. സോ ഇങ്ങനെ വായിക്കുകയാണെങ്കിലും എന്താ, ഇതൊരു പാലിൻഡ്രോമിക് നമ്പറാണ്. സോ നമുക്ക് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് അപ്പം ഒരു കമ്പാരിസൺ നടത്താം അല്ലെ. അതായത് ഈ സ്ട്രിങ്ങിനെ, അതായത് ഒറിജിനൽ സ്ട്രിങ് ഈസ് ഈക്വൽ ടു റിവേഴ്സ്ഡ് ഓഫ് സ്ട്രിങ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഒറിജിനൽ സ്ട്രിങ് ഈ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങിന് ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് എ പാലിൻഡ്രോം എന്ന് പറയും. അപ്പൊ നമുക്ക് റിവേഴ്സ്ഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ വേർഡ് ഓഫ് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ചെയ്യാൻ -1 സ്റ്റാർട്ട് എൻഡ് -1. ഞാൻ ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ഇത് റിവേഴ്സ് ആയോ എന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാണ്ട് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ ഇന്റൻഷനൽ. അപ്പം അതായത് ഈ വേർഡ് റിവേഴ്സ്ഡ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മേഡം ഔട്ട്പുട്ട്. ഓക്കെ, റിവേഴ്സ്ഡ് മേഡംസ് നിന്ന് ട്രൈ ചെയ്യാണ്. അപ്പം മേഡം എന്ന് വരാണോ നോക്കാം. ഓക്കെ, വേർഡ് റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന സ്ട്രിങ്സ് എന്തായിട്ടുണ്ട്? റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് പല വേർഡുകളുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്രയാ. N എന്ന് പറയുന്നത് എന്താ? ഇൻറ്റ്. N എന്ന് പറയുന്നത് ഇൻറ്റ് ഓഫ് ഇൻപുട്ട്. N എന്ന് പറയുന്നത് ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ആണ്. എത്ര വട്ടമുണ്ട്? ഇത്രയും ലൂപ്പ് നമ്മൾ പറയുന്നത്. ഫോർ i in range n നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കണം. ഫോർ i in range n റിവേഴ്സ് വേർഡ് പ്രിന്റ് റിവേഴ്സ് ഓഫ് വേർഡ്. ഇനി ഓരോ നമ്പേഴ്സ് ഇപ്പം നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് ലൂപ്പിൽ ഇത് റീഡ് ചെയ്യണം. അതിന് റീഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? വേർഡ് ആണല്ലേ. വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണോ? വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണോ? അല്ല. നമുക്ക് ജസ്റ്റ് ഇൻപുട്ടിൽ നിന്ന് തന്നെ എടുത്തു നോക്കാം അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കേ ഇതൊന്ന് കറക്റ്റ് ആണോന്ന്. കറക്റ്റ് ആകാൻ സാധ്യതയുണ്ടോ? നമ്മൾ n എടുത്തിട്ടുണ്ട്. ഓക്കെ, വേർഡ് ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്.
റിവേഴ്സ്ഡ് വേർഡ്. ഇനി if നമ്മൾ if കൊടുക്കണം. if word is equal to reversed word, അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് ഓക്കെ, സോറി, ഞാൻ വേർഡ് റിവേഴ്സ്ഡ് ആണെങ്കിൽ എന്താ ട്രൂ ആണും ട്രൂ എന്നും, അല്ല എങ്കിൽ പ്രിന്റ് ചെയ്യേണ്ടത് എന്താ ഫോൾസ്. നോക്കാം. ഓക്കെ, റൺ ആയിട്ടുണ്ട്.